എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് എൻ്റെ മാതാപിതാക്കൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ അവസരത്തിലൊന്ന് പറയാനുള്ള വിഷമമാണ്. എൻ്റെ മാമിയുടെ ഏറ്റവും വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിരുന്നു. അപ്പം മാമിയെ കാണുന്നതിൽ പകരമാണ് എൻ്റെ മാമിയുടെ മക്കളെ കാണുന്നത്. ഭയങ്കരമായ സ്നേഹമാണ്. അള്ളാഹുസ്ബാന നാളെ നമ്മളെല്ലാവരെയും ഈ സ്വർഗപുണ്യാലത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. രാജ്യത്ത് അയലത്തായി പച്ചായി ഒരു മിനിറ്റായി ആശംസകളും അനുഗ്രഹങ്ങളും ഈ ദമ്പതികൾക്ക് ചേർന്നുകൊണ്ട് രണ്ടു വാക്ക് പറയുകയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴുണ്ടായ ആദ്യത്തെ വിവാഹമാണ് എൻ്റെ മരുമോൻ്റെ മോളുടെ. അറിയാം, ഞാൻ ഇത്തായി അവസരത്തിൽ ആലോചിക്കുകയാണ്. എല്ലാ ആശംസകളും. കൊച്ചാ ആ ടിഷ്യൂ എല്ലാവരും സ്ഥാനാർത്ഥിയുള്ള ആരും പറഞ്ഞില്ല എന്നുള്ള പരാതി പറഞ്ഞത് ഞാൻ ഇങ്ങനെ വിളിച്ചത്. ഞങ്ങളുടെ എല്ലാ അഭിമാനം നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമാണ് കഥ. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇസ്ലാമിക് ഭക്ഷണങ്ങൾ അറിയാം. അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ എന്നും അഭിമാനമാണ്. ഞാൻ വളരെ അദ്ദേഹത്തെ പറ്റി അക്കാര്യത്തിൽ എപ്പോഴും ഓർക്കുന്ന സന്തോഷിക്കാറുണ്ട്. അതിനുകൂടിയാണ് സൈദോട് മുന്നിൽ വന്ന എൻ്റെ മൈനി റസൂലുള്ളാഹിയുടെ ഭാര്യമാർ എങ്ങനെയാണോ പാലിക്കുന്നു ആ പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് വലിയ സ്നേഹമാണ്. അവർക്ക് രണ്ടുപേർക്കും ദീർഘമായ മത്സരം നൽകട്ടെ, ഉന്നതമായ ജീവിതവും ഐശ്വര്യവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചുരുക്കുന്നു അസുരസാനും ഞാൻ പാട്ട് പാടാമെന്നല്ല നമ്മുടെ ഇക്കാളെയും ചേട്ടത്തിയുടെയും 9ാമത് വിവാഹത്തിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത എന്നാണ് 60 ആ ഡേറ്റുള്ള ഡേറ്റ് വന്നിട്ട് പോകണം. അതുപോലെ ഇനി 50 കഴിഞ്ഞ കുറച്ച് പേര് ഇവിടെയും ഉണ്ട്. കുറഞ്ഞാലും കുഴപ്പമില്ല, അത് കഴിയുന്നോ പെട്ടെന്ന് നടത്തണം. പിന്നെ ഇത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, 3 പേര് ഇവിടെ ഉണ്ട്. വലിയ മാമ സത്യം ആദ്യം തുടങ്ങിയത് മാമ ചാടി വീഴുമായിരുന്നു. സംസാരിക്കാനും എല്ലാത്തിനും മാമ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കിടക്കുകയാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യാം. ആ അസുഖം മാറി ഒരിക്കലും കാണാൻ വേണ്ടി. ഇനി പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, ഈ ദുആ ചെയ്യുന്നത് നല്ലത് മാമ വേണം. ആ ദുആ വേണ്ടിക്കണം. ബാക്കി എല്ലാവരും ദുആ ചെയ്യുന്ന അസമാവാക്ക് വേണ്ടി ദുആ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ജയിക്കും. ഇന്ന് ആരെങ്കിലും ദമ്പതികൾക്ക് ആശംസ പറയാനുണ്ടെങ്കിൽ സമയമുണ്ട്. മഴ പെട്ടെന്ന് അറിയിക്കാനും വളരെ ഉള്ളാക്കായിരിക്കും. ആരെങ്കിലും വളരെ ഉണ്ടല്ലോ. ശരി,
വ്യായ്ക്ക് മുമ്പേ നമ്മുടെ സ്വീകരണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ പുതിയപ്പ സംസാരിക്കും. അസ്സലാമലൈക്കും. ഇവിടെ എന്നോടും എൻ്റെ കുടുംബത്തോടും നല്ല വാക്കുകൾ പറഞ്ഞ എൻ്റെ മാമന്മാർ, അതോടൊപ്പം തന്നെ എൻ്റെ മാമിമാരുണ്ട്, അതോടൊപ്പം തന്നെ എറണാകുളത്തും എൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ കൊച്ചുമക്കൾ, അങ്ങനെ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങൾ ഈ മഴയത്തും വളരെ ദൂരം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് മാമ വിളിച്ചിട്ടത് തിരസ്കരിക്കാതെ ഇവിടം വരെ വന്ന് എന്നെ ആശീർവദിച്ച എല്ലാവരോടും നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ഉണ്ടാവും. 50 വർഷമായി. ഈ 50 വർഷവും വഴക്കുകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഈ 50 വർഷവും നമ്മൾ സന്തോഷത്തോടെ തന്നെ വേണം. പക്ഷേ എന്ത് വഴക്കുണ്ടായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വഴക്കുകൾ വെച്ച് നീട്ടരുത്. ഒന്നില്ലെങ്കിൽ ഞാൻ കയറി എൻ്റെ ഭാര്യയോട് 2 മണിക്കൂർ സംസാരിക്കും, അല്ലെങ്കിൽ ഞാനാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ അവൾ വന്ന് എന്നോട് സംസാരിക്കും. അപ്പം ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും നീണ്ടു പോകത്തില്ല. അപ്പോൾ വഴക്കുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ജീവിതം നമ്മുടെ ചെറിയ ജീവിതമാണ്, എല്ലാവർക്കുള്ള ജീവിതം, ഈ കാലഘട്ടത്തിനുള്ളിൽ എല്ലാവരും ക്ഷമിക്കാനായിട്ട്, അതിൻ്റെ ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും ചിന്തിച്ച് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാതെ വളരെയധികം ആലോചിച്ച് ജീവിച്ചു പോവുകയാണെങ്കിൽ കുറേ കാലം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ പോകും. യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല എന്നെനിക്കൊരു വിശ്വാസം വന്നു. ഇതിനെല്ലാം നമ്മൾ നന്ദി പറഞ്ഞു അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും, എൻ്റെ സ്വന്തത്തിൽപ്പെട്ടവരും ബന്ധപ്പെട്ടവരും അയൽവാസികളും എല്ലാവരും, ഞാൻ അറിയുന്ന എല്ലാവരും ഞാൻ വിളിച്ചിട്ടില്ല. നമ്മുടെ കുടുംബവും നമ്മുടെ കുന്നിക്കോട്ട കുടുംബവും എല്ലാം അതിൻ്റെ ഒരു 25% ആളുകളെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളൂ. എല്ലാവരും ഒന്നും വിളിക്കാനുള്ള അതിനുള്ളൊരു സന്ദർഭമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. എങ്കിലും അത്യാവശ്യം വേണ്ട ആളുകൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. എൻ്റെ ഭാര്യയ്ക്കും നന്ദി. അസ്സലാമു അലൈക്കും. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് പാട്ട് പാടാറുമില്ല. ആകപ്പാടെ എനിക്കൊരു പാട്ട് 4 വരി അറിയാവുന്നത് ഇതാണ്. പണ്ടെൻ്റെ മുറ്റത്ത് പാട്ടും കളിയുമായി തുള്ളി നടന്നൊരു മാടത്തെ ഇന്നെ കാണുമ്പോൾ ഒറ്റയ്ക്ക് വാതിൽ പിന്നിലൊളിക്കുന്നതെന്താണ്, പിന്നിലൊളിക്കുന്നതെന്താണ്. താങ്ക് യു. അസ്സലാമലൈക്കും. അള്ളാഹു ദരിദ്രമാണ്. ഇത്രയും വർഷമാണെന്ന് എല്ലാവരും പറയുന്നത് എനിക്ക് അത്രയും വർഷമായെന്നൊന്നും തോന്നുന്നില്ല. അള്ളാഹു ഈ ലോകത്തും പരലോകത്തും നാളെയും എനിക്ക് ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കാവുന്ന ഇടയാക്കട്ടെ. നിങ്ങളെല്ലാവരും ചോദിച്ചത്
ജീവിക്കുന്നത്. അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടെന്ന് വെച്ച് മാറിയിരുന്നാണ്. എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. എൻ്റെ ചേട്ടത്തി എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളൊരു കുടുംബം പോലാണ്, സഹോദരങ്ങൾ പോലെയാണ്. ഇന്ന് വരെയും അന്ന് പോലെ ഇന്ന് വരെയും ഞാൻ 40 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതവും അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ ഇതേ രീതി തന്നെയാണ് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ എല്ലാ നിങ്ങളും ഇനിയും ഒരു 100 വർഷം കൂടി ആയുസ്സും ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത തസീത്തായ സാധനങ്ങളൊക്കെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നതാണ്. ഇല്ല, അവർക്ക് ഒരുമിച്ച് വരാം. എക്സ്പീരിയൻസ് പറയാനുള്ളത് ഈ 50 വർഷം 50 വർഷം ഇന്നത്തെ കാലത്ത് ജീവിച്ച് മുന്നേറാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ സുവർണ 50 വർഷങ്ങൾ പിന്നിടുന്ന പാപ്പാക്കും ഉമ്മാക്കും ഹൃദയത്തിൽ നിന്ന് 1000 ആശംസകൾ. ഞാൻ ഈ ഫാമിലിയിൽ വന്നിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ വന്നിട്ട് 25 വർഷത്തോളം തികയുന്നു. ഈ 25 വർഷം കൊണ്ട് ഞാനിവരെ ഒരു ഐഡിയലായിട്ട് കാണുന്നുണ്ട്. ഐഡൽ. അവർ നേരത്തെ വാപ്പി പറഞ്ഞാണെങ്കിൽ ഏറ്റവും വേണ്ടത് ഞാൻ അവരിൽ നിന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ സമാധാനമാണ്. എന്ത് കാര്യം കേൾക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് പ്രശ്നം കേൾക്കുമ്പോഴും അത് സമാധാനമായിട്ട് കേൾക്കാനുള്ളൊരു മനസ്സ്, അതുള്ളിടത്തോളം അതുള്ളിടത്തോളം കാലം ഇനി ഒരുപാട് കാലം മുന്നോട്ട്. നമുക്കെല്ലാം ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമാധാനം ഇല്ലാത്തതാണ് പ്രശ്നം. നമ്മൾ എന്ത് കേൾക്കുമ്പോഴും എന്ത് പറയുമ്പോഴും ഒക്കെ നമ്മൾ പെട്ടെന്ന് ആക്സിലറേറ്റഡ് ആവും. പക്ഷെ അത് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, പ്രത്യേകിച്ച് വാപ്പിയെടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് മുമ്പ് പറഞ്ഞ കണക്ക് നമ്മൾ ഈ തമ്മിലുള്ള ഒരു സിംഫണി ഉണ്ട്. അതും ഞാൻ ഇവിടെ വന്ന് കണ്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബന്ധങ്ങൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുള്ളൊരു കാര്യമല്ല, നമ്മളത് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷനാണ് ഈ 50 വർഷം കഴിയുന്നതോടുകൂടി നമ്മളെല്ലാവരും വരുമ്പോഴത്തേക്ക് അവരുടെ ജീവിതം കണ്ട് പഠിക്കണം. ഇപ്പം എൻ്റെ മാതാപിതാക്കളും അല്ലെങ്കിൽ എൻ്റെ ഉമ്മയും പാപ്പായും ഇപ്പോൾ 50 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറ ഉൾക്കൊണ്ട് പഠിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഇനി നമ്മുടെ മക്കളുടെ തലമുറ എന്തൊക്കെയാവുമോ, ആരൊക്കെ ഹാഫ് സെഞ്ചുറി അടിക്കുമെന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു പാർട്ട്ണറിനെ വിട്ടിട്ട് പോകുന്ന ഈ കാലയളവിൽ ഇത് ഒരു 50 ഗോൾഡൻ ഇയേഴ്സ് തന്നെയാണ്. അപ്പം ഇനി ഒരുപാട് കാലം നമ്മളോടൊപ്പം നമുക്കെല്ലാം ഇത് കണക്ക് ആഘോഷിക്കാനുള്ള ഇത് കണക്ക് മുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പടച്ചവനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വന്ന എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. ഒരു സുനിയില്ലാത്തൊരു ചെറിയ വിഷമം, ഇത്രയേ ഉള്ളൂ. الفاتحة. لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ بملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما غير جلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء عليك سبحانك اللهم وبحمدك يا رب العالمين. اللهم انا نسالك بحق الفاتحه المعظمه والسبع المثاني ان تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملة أهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلنا من كل محنة وفتنة ونفوس وضير إنك ولي لكل خير ومعد لكل خير يا أرحم الراحمين. اللهم إنا نسألك كل خيره يا رب العالمين. اللهم إنا نسألك كل خيره يا رب العالمين. اللهم أوصل بالرضوان ما تركناه من القرآن الكريم. هذه هدية واصلة لله وقوة نبينا وشفيعنا محمد صلى الله عليه وسلم ثم إلى أهل اتصال الأنبياء والأولياء والشهداء والصديقين والصالحين ثم إلى أهل المعصومين يا رب العالمين. اللهم اغفر لهم وارحمهم وعف عنهم واكرم نزلهم ووسعهم لهم وعسرهم بالماء والثلج والبرد ونقهم من الخطايا كما انك ثوب لهم من الدنس واعملهم دار خيرا من دارهم واهلا خيرا من اهلهم وزوجا خيرا من زوجهم وجيرانا خيرا من جيرانهم واعدهم من عذاب القبر ومن فتنته ومن عذاب النار. اللهم انا نسالك خير كله وعاجله وعاجله ما علمت منه وما لم يعلم ونعوذ بك من شر كله عاجله وآجله ما علمت منه وما لم يعلم. اللهم إنا نسألك الجنة وما قرب عليها من قول وعمل. اللهم إنا نعوذ بك من النار وما قرب عليها من قول وعمل. اللهم إنا نسألك كل خيره ما سألك عبدك رسولك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك به عبدك رسولك محمد صلى الله عليه وسلم. اللهم بارك لنا في كل أمورنا خيرا من عندك يا ذا الجلال والإكرام. اللهم بارك لنا كل خير من عندك يا رب العالمين. اللهم بارك لنا كل خير من عندك يا رب العالمين. اللهم ضبطنا. اللهم اعز الاسلام يا رب العالمين واذل الشرك والمشركين يا رب العالمين. ربنا عليك توكلنا واليك انبنا واليك المصير. لا حول ولا قوه الا بالله العلي العظيم. ارحم الرحيم പരമകാരുണ്യനായ സർവശക്തനായ നാഥ അല്ലാഹുവേ ഞങ്ങളുടെ ഈ കൂടിച്ചേരൽ നീ കബൂലാക്കണം നമ്പുരാനെ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഖുർആനിലും നിന്റെ പ്രവാചകൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലും മാതൃകയാക്കിയ ഒരു കാര്യമാണല്ലോ കുടുംബബന്ധങ്ങൾ. ഈ കുടുംബബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ഞങ്ങളെല്ലാവരെയും കബൂലാക്കണം നമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ഒരു പ്രത്യേക ഉദ്ദേശത്തോട് കൂടിയാണ് നമ്മുടെ കൂടിയത് നിനക്കറിയാമല്ലോ റബ്ബേ. ഞങ്ങളുടെ സഹോദരൻ അബ്ദുൽ മജീദും ഞങ്ങളുടെ മകൻ നിസാലും നിന്റെ ഹൈർ വർക്കറ്റുകൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ സ്നേഹവായ്പ റബ്ബേ അവരുടെ ജീവിതത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നവരാണ്.
നീ നൽകിയ നിയമത്തിന്, നീ നൽകിയ സഹായത്തിന് അത് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ആകെ ഉദ്ദേശം. അല്ലാഹുവേ, നിനക്ക് സർവസ്വയും നിനക്ക് സകല ശുക്റും രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കേണ്ടതാണ്. എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കേണ്ട തമ്പുരാനെ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബനാഥൻ ഏറ്റവും മുതിർന്ന ഞങ്ങളുടെ സഹോദരൻ, അദ്ദേഹം രോഗശൈലിയിലാണ്. നമുക്ക് നീ അദ്ദേഹത്തിന് കഴിയും പെട്ടെന്ന് അദ്ദേഹത്തിന് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇളം തലമുറ, ഞങ്ങളുടെ മക്കളെ, കൊച്ചുമക്കളെ ഒക്കെ നീ ദീൻ ഇസ്ലാമിന്റെ പാതയിൽ തന്നെ നയിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിനക്കറിയാമല്ലോ റബ്ബേ, വളരെ പരിതാപകരമായ, വളരെ വിഷമകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് റബ്ബേ. എപ്പോഴും നിന്റെ ദീനിൽ നിന്നും വ്യതിചലിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റബ്ബേ ഞങ്ങൾ നീങ്ങുന്നത്. അല്ലാഹുവേ, അനിസ്ലാമികമായ എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞിരിക്കാൻ ഞങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ പിന്തുടർന്ന് ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾ കൊച്ചുമക്കൾക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, തെറ്റായ മാർഗങ്ങളൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നയിക്കരുത് തമ്പുരാനെ. പടച്ചവനെ, വളരെ അപകടകരമായ മേഖലയിലാണ് കാലം കടന്നു പോകുന്നത് റബ്ബേ. നീ ഞങ്ങളെ രക്ഷിക്കണം തമ്പുരാനെ. എപ്പോഴും ജീവിച്ച് ജീവിച്ച് അവസാനം തക്കയോടുകൂടി മരിക്കുവാൻ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രായാധികം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് തമ്പുരാനെ. രോഗങ്ങളോട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് തമ്പുരാനെ. ഞങ്ങൾക്ക് കൂട്ടായിട്ട് ദുആ ചെയ്യാനുള്ള അവസരം നീ തന്നല്ലോ തമ്പുരാൻ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഈ ദുആയെ കബൂലാക്കണം തമ്പുരാനെ. ഈ ദുആയെ കബൂലാക്കണം തമ്പുരാനെ. ഈ ദുആയെ കബൂലാക്കണം തമ്പുരാനെ. റബ്ബനാ അല്ലാഹുവേ, യാ റബ്ബനാ, നിനക്കറിയാമല്ലോ തമ്പുരാനെ, ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് തമ്പുരാനെ. നിന്നിൽ വിശ്വസിച്ചു, നിന്റെ ജീവൻ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണങ്ങളുമുണ്ട്. പേര് ചോദിച്ച് കൊലപാതകം നടത്തുന്ന ഫാസിസ്റ്റ് ശക്തിയുടെ ഇടയിലാണ് റബ്ബേ ഞങ്ങളുടെ അടുത്ത തലമുറ ജീവിക്കേണ്ട റബ്ബേ. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ട് റബ്ബേ. ഞങ്ങളെ കൊച്ചുമക്കളെയും മക്കളെയും ഒക്കെ അത് രക്ഷിക്കണം, രക്ഷപ്പെടുത്തണം തമ്പുരാനെ. പടച്ചവനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയാനുള്ള കരുത്തും സാഹചര്യം ഓർത്ത് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാം അറിയുന്ന നാഥനാണെന്ന് നീ ഞങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളെയും നീ മാറ്റി തരണമേ തമ്പുരാനെ. ربنا تقبل منا دعاءنا انك انت السميع العليم. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ട എല്ലാവരുടെയും വർഷത്തിയായ ജീവനെ ശക്തിയുമാക്കി കൊടുക്കേണ്ട തമ്പുരാനെ. അല്ലാഹുവേ, മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ഇബാദത്തുകൾ മുഴുകിക്കൊണ്ട് നിന്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ പാതയിൽ വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ നൽകണമേ നൽകണമേ എന്ന് വീണ്ടും വീണ്ടും നിന്നോട് ഞങ്ങൾ യാചിക്കുകയാണ് തമ്പുരാനെ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم. اللهم بارك لنا، اللهم بارك لنا، اللهم بارك لنا يا رب العالمين. ربنا عليك توكلنا واليك انبنا واليك المصير. حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. ربنا اغفر لنا ولوالدينا وارحمهم كما ربياني صغيرا. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.